ഞാനപ്പം എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് റെഡിയായി. എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പറ്റില്ല. സോ ലിപ്സ്റ്റിക്ക് കുറച്ചിട്ടു റെഡിയായിരിപ്പുണ്ട്. നോക്കാം, നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഞാനിപ്പം കുറച്ച് ഇവിടെ ബീച്ചിൻ്റെ സൈഡിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണേ. അപ്പം ബീച്ചിൽ കുറച്ച് നോക്കിയപ്പം നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. നോക്കാം. സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് നേരം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാമെന്ന് വെച്ചു. കാര്യം ഞാൻ മാത്രമേ ഉണർന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. പക്ഷേ എനിക്ക് രാവിലെ പോകേണ്ടതുകൊണ്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയതുകൊണ്ടും അലാറം പോലും ഇല്ലാണ്ട് ഞാൻ എണീറ്റു. ഇനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. ഇത് ബീച്ചിൻ്റെ സൈഡിലൊക്കെയുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ യൂസ് ചെയ്യണതാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ ഇതിൻ്റെ യൂസ് മറന്നുപോയി. ഇനി ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത വീട് കാണിച്ചു തരാം. അതായത് മാലിക് ഖാൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന സെക്കൻഡ് വീടാണ് മാലിക് ഖാൻ്റെ വീട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാലിക് ഖാൻ്റെ കാര്യം. ലക്ഷദ്വീപിൽ ചെയ്യുന്ന വേറൊരു പ്രോസസ്സാണ്, വലിയ ക്വാണ്ടിറ്റിയിൽ ഇവർ മീനുകളെയൊക്കെ പിടിച്ചിട്ട് ഈ ഇരിക്കുന്ന 2 ചെമ്പുകളിലെ ഇതിലൊക്കെ ഇട്ട് വേവിക്കും, ക്ലീൻ ചെയ്തിട്ട്. എന്നിട്ട് ആ വേവിച്ച മീനിനെ പിന്നീട് പ്രോസസ്സ് ചെയ്തിട്ട് അത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പിന്നെ പ്രോസസ്ഡ് ഫുഡായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ പ്രോസസ്സ് ചെയ്തതിനെ ഇവിടെ നിന്ന് എക്സ്പോർട്ടിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ളത് ഞാൻ ഈ പാമ്പുകളെ കണ്ടിട്ടാണ്. പക്ഷേ ഈ ഒരു ഐലൻഡിൽ പാമ്പില്ല, പട്ടിയില്ല, കാക്കയില്ല. അതായത് ഇങ്ങനത്തെ ഒരു സാധനവും ഇവിടെയില്ല. ഒന്നിനും ഒരു ദോഷത്തിനും വരാത്തൊരു മൃഗമാണ് ആടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ആടുകളെയാണ് ഇവർ ഏറ്റവും കൂടുതലും വളർത്തുന്നത്. പിന്നെ ഇവിടുത്തെ റോഡുകളാണിത്. എത്ര പീസ്ഫുള്ളായിട്ടാണ് ഇവിടുത്തെ റോഡുകൾ തന്നെ, കണ്ടില്ലേ? അങ്ങനെ ഞാൻ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നപ്പോഴത്തേക്കും വിജീഷ് ചേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലെല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാൻ പോകുന്ന പേരുകളായിരിക്കും വിജീഷ് ചേട്ടൻ, രജനി ചേച്ചി. ഇവർ രണ്ടുപേരും ഇവിടുത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എനിക്ക് സ്കൂബ ചെയ്യാൻ വേണ്ടി സ്കൂബ ചെയ്യേണ്ട സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണിത്. ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോസിൽ ഞാൻ ഈ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് നേരിട്ട് കണ്ടപ്പോഴാണ് അതിന് ഇത്ര സൗന്ദര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ലക്ഷദ്വീപിൻ്റെ ആ ഒരു സൗന്ദര്യം നിങ്ങൾക്ക് അതുപോലെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഗത്തി ഐലൻഡ് തന്നെ ചൂസ് ചെയ്യണം. കാരണം അത്ര അടിപൊളിയാണ് ഈ ഒരു ഐലൻഡ്. അങ്ങനെ ഞങ്ങൾ സ്കൂബ ചെയ്യേണ്ട സ്പോട്ടിലെത്തി. എനിക്ക് ഈ ഒരു വെള്ളം കണ്ടിട്ട് തന്നെ ഉണ്ടല്ലോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ തോന്നിയായിരുന്നു. ഇത്രയ്ക്ക് ക്ലിയറായിട്ടും ക്ലീനായിട്ടും കിടക്കുന്നൊരു ബീച്ച് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ബോട്ടൊക്കെ എടുത്ത് നമ്മൾ സ്കൂബ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് പോവുകയാണ്. എനിക്ക് ഇതിന് മുന്നേ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണം, എങ്ങനെ വെക്കണം, എങ്ങനെ ശ്വാസം എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ മാത്രമല്ലായിരുന്നു സ്കൂബ ചെയ്യാനായിട്ട്. ഇവരിങ്ങനെ പൊതുവെ കൊണ്ടുപോകാത്തതാണ്. പിന്നെ വിജീഷ് ചേട്ടൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളെ ഇന്ന് നേരത്തെ ചെയ്യിപ്പിക്കുന്നത്. കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് ഷിപ്പുണ്ട്. ഇത്രയും പേരാണ് എന്നെ ഒരാളെ സ്കൂബ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അതായത് നമുക്ക് ഓക്സിജൻ മാസ്കും ലൈഫ് ജാക്കറ്റും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെള്ളത്തിനടിയിൽ ഇറങ്ങുമ്പോൾ ഓക്കെ ആണോ, നമുക്ക് പറ്റുന്നുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളെ ഡെപ്തിലേക്ക് ഇവർ കൊണ്ടുപോവുക. പിന്നെ അവരുടെ തന്നെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതായത് അവരുടെ ഗോപ്രോയിൽ നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുതരും. ഞാൻ ഒരാളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്കിതിൽ പേടിക്കാനായിട്ടൊന്നുമില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആ ലൈഫ് ഗാർഡില്ലേ, പുള്ളി പെട്ടെന്ന് തന്നെ നമ്മളെ മേളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമ്മളെ സേഫ് ആക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഓക്കെ ആണോ, അതോ ഓക്കെ അല്ലേ. ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സൈൻ കാണിക്കുക, ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ഇതാണ് നമ്മളുടെ മെയിൻ സൈൻ ലാംഗ്വേജ്. ഇത് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് ഇത് പറയുന്നത്. നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ സ്കൂബ ഡൈവ് എന്ന് പറയുന്നത്. കാരണം ഇത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വായിലൂടെ നമ്മൾ ശ്വാസം എടുക്കാം, മൂക്കിൽ കൂടി ശ്വാസം എടുക്കാൻ ഈ ഒരു സാധനം മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റും. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു റഷും ഇല്ലാണ്ട് എനിക്ക് നല്ല പീസ്ഫുള്ളായിട്ട് സ്കൂബ ഡൈവിങ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ മീനുകളെല്ലാം കൂടിച്ചേരുന്നത് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം. അത് വേറെ ഒന്നുമല്ല, ക്യാമറാമാൻ എല്ലാ മീനുകളും പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് പൊടിയില്ലേ, ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുമ്പോഴാണേലും ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോഴാണേലും ഒരുപാട് മീനുകളെ നമുക്ക് സ്ക്രീനിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ
അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ സ്കൂബ ഡൈവിങ് എൻഡ് ചെയ്തിട്ട് തിരിച്ച് ബോട്ടിലേക്ക് കയറുകയാണ്. നമ്മളെ വെള്ളത്തിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെയാണ്, അതായത് ബോട്ടിൻ്റെ പടിയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഓക്സിജൻ മാസ്ക് എല്ലാം ഊരിമാറ്റുന്നത്. അങ്ങനെ സ്കൂബ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കിനി വീട്ടിൽ ചെന്ന് റെഡി ആയിട്ട് വേണം ഷിപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങാനായിട്ട്. നമ്മൾ ഓരോ ഐലൻഡിൽ പോകണമെങ്കിലും ഷിപ്പ് വഴി മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊന്നും അടുത്തടുത്തുള്ള ഐലൻഡല്ല. ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേനും ഈ 2 കുട്ടിപ്പട്ടാളങ്ങൾ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അകത്തി വിടുന്നതിന് മുന്നേ ആയിട്ട് അവസാനമായിട്ട് എനിക്ക് ഇത്രയും നല്ലൊരു വ്യൂവിലിരുന്ന് ഊഞ്ഞാലാടണമെന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അത് കിട്ടാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. അങ്ങനെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഷിപ്പ് അവിടെ വന്നിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഷിപ്പ് കയറി അടുത്തത് പോകുന്നത് കവരത്തി ഐലൻഡിലേക്കാണ്. കവരത്തി എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാ മലയാളികളും കേട്ടിട്ടുണ്ടാവും. അതായത് അനാർക്കലി സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്ത ആ ഐലൻഡാണ്. ഇനി ലക്ഷദ്വീപിലെ സംസാരവും നമ്മുടെ നാട്ടിലെ സംസാരവും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇത് സംസാരിച്ചത് മാലിക്കാണ്. എനിക്ക് മാലിക്കാനെ കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ പ്രൈവസിയെ മാനിച്ച്, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിത് യൂട്യൂബിലൊരു വ്ളോഗായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ട് എടുത്തതല്ല. ജസ്റ്റ് എ മെമ്മറി. നമ്മളിതൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോസ് എല്ലാം ഞാൻ എടുത്തത്. അങ്ങനെ ഷിപ്പ് കയറാൻ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് വേലിയിറക്കം കാരണം ഷിപ്പിന് തീരത്തേക്ക് അടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ബോട്ടുകളിലാക്കിയിട്ട് എല്ലാവരെയും ഷിപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വന്നൊരു വ്യക്തി എന്ന നിലയിലും ആദ്യമായിട്ട് ബോട്ടിലോ ഷിപ്പിലോ കയറുന്നൊരു വ്യക്തി എന്ന നിലയിലും എൻ്റെ അമ്മ നല്ല പേടിച്ചിരിക്കുക. ആ സൈഡിൽ ഇരിക്കുന്ന ആളാണ് രഞ്ജിനി ചേച്ചി. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ വിജീഷ് ചേട്ടൻ, ആ ചേട്ടൻ്റെ വൈഫാണ് രഞ്ജിനി ചേച്ചി. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ഷിപ്പിലെത്തി. ഞാൻ ഇങ്ങോട്ട് വന്ന ഷിപ്പ് പോലെയല്ല, ഇത് കുറച്ച് നല്ല ചെറിയ ഷിപ്പാണ്. അതായത് നമുക്ക് ഇരുന്ന് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, കിടക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ സീറ്റിലൊക്കെ കയറിയിരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും വെളിയിൽ അടുത്ത ആളിനെ കൂട്ടിയിട്ട് വരാനായിട്ട് ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ബോട്ട് അവിടെ ചെന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് ഈ ഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളും വന്നത്. അങ്ങനെ അഗത്തി ഐലൻഡിലോട് ഇവിടെ വെച്ച് യാത്ര പറഞ്ഞ് കവരത്തി ഐലൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബായ്.